ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടാണ് കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നത്. ഇനിയും യുദ്ധം നീളരുതെന്നും സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കണമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. മേഖലയിൽ യുദ്ധം നീളുന്നത് ഇന്ത്യയെ അടക്കം സാരമായി ബാധിക്കാൻ ഇടയുണ്ട് താനും. ഈ സാഹചര്യത്തിൽ മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടത്. അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷൻസ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്തുവെന്നാണ് വിവരം. നിലവിലെ സംഘർഷങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക അറിയിക്കുകയും ചെയ്തു. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷം കുറയ്ക്കാനും എത്രയും വേഗം നയതന്ത്ര ചർച്ചകളിലേക്ക് കടക്കണമെന്നും നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റിനോട് പറഞ്ഞു. ഇറാൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച വിവരം നരേന്ദ്രമോദി തന്നെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതായും സമീപകാലത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളിൽ ആശങ്ക പങ്കുവച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിനായി സംഭാഷണങ്ങളും നയതന്ത്ര ചർച്ചകളും തുടരണമെന്ന് അഭ്യർത്ഥിച്ചതായി മോദി എക്സിൽ കുറിച്ചു. മേഖലയിൽ ആകെ സമാധാനം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മോദി പറഞ്ഞു. അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് ചർച്ചയിലൂടെയാകണം. എന്നാൽ ഇരുപക്ഷവും ആക്രമണങ്ങളെ എതിർക്കാനോ അനുകൂലിക്കാനോ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ആണവോർജ്ജ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക അഴിച്ചുവിട്ട ആക്രമണം ആണവ നിർവ്യാപന കരാറിനെ ബാധിക്കുമെന്ന ഗുരുതര മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്ത് വന്നു. അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും ചർച്ച നടക്കുമ്പോൾ നടന്ന ആക്രമണം ചർച്ചകളുടെ സാധ്യതകൾ തകർത്തെന്നും ഇനി എങ്ങനെ ചർച്ച നടത്തുമെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ആരാഞ്ഞു. അപകടകരമായ യുദ്ധം തുടങ്ങിവച്ചിരിക്കുകയാണ് അമേരിക്കയെന്നാണ് ഇറാന്റെ നിലപാട്. നടപടിയെടുക്കണമെന്ന് ഇറാൻ UN സുരക്ഷാ കൗൺസിലിനോടും അന്താരാഷ്ട്ര ആണവ മേൽനോട്ട സമിതിയോടും ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയാണ് പക്ഷപാതം കാണിച്ച വിഷയത്തെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചതെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തിയത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് എതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ഇല്ലെങ്കിൽ അത് ആണവ നിർവ്യാപന കരാറിനെ വരെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര ബാധ്യതകളിൽ നിന്നും പിന്മാറിയാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. അടിയന്തര യോഗം ചേരുമെന്ന് IAEA അറിയിച്ചു. അടിയന്തര സുരക്ഷാ കൗൺസിൽ ചേരാനാണ് ഇറാൻ UN-നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടപടി വേണമെന്നാണ് ആവശ്യം. UN തത്വങ്ങളനുസരിച്ച് പ്രതിരോധിക്കാനുള്ള അവകാശം ന്യായമായി ഇറാന് വന്നു ചേർന്നതായും ഇറാൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം അമേരിക്ക യുദ്ധത്തിൽ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി. അതേസമയം US ആക്രമിച്ച ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് പരിസര മേഖലകളിൽ റേഡിയേഷൻ വർധനവില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അറിയിച്ചിരിക്കുന്നു. നിലവിലെ സാഹചര്യം ഇതാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അറിയിക്കുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട്.